നമസ്കാരം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട പഴുതടച്ച കേസ് ഡയറി പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ്. കേരളമാകെ കോളിളക്കമുണ്ടാക്കിയ കേസാണ് ADMന്റെ മരണം. ആ ADMന്റെ മരണം ആത്മഹത്യ തന്നെയാണെന്ന് സ്ഥാപിക്കാനുള്ള നിതാന്ത പരിശ്രമത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘമെന്ന് പ്രത്യേകം പറയേണ്ടതുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി കൊലപാതകമാണെന്ന സാധ്യത പരിഗണിക്കാതെയാണ് കേസ് ഡയറി തയ്യാറാക്കിയതെന്നാണ് വിവരം. കേസ് ഡയറി ഡിസംബർ 3-ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഹാജരാക്കുകയാണ്. അന്വേഷണ സംഘത്തിലെ ACP TK രത്നകുമാർ, ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി തുടങ്ങിയവർ ഇതിനായി എറണാകുളത്തേക്ക് തിരിച്ചു. ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ഡിസംബർ 6-ാം തീയതിക്കകം കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. 6-ാം തീയതി കോടതി കേസ് പരിഗണിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ കലക്ടർ അരുൺ K വിജയനെ വീണ്ടും ചോദ്യം ചെയ്തതുൾപ്പെടെ ധൃതിപ്പെട്ട നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. നവീൻ ബാബു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയതായി പറയുന്ന മുനീശ്വരൻ കോവിൽ പരിസരത്തെ അടക്കം CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രാഥമികമായി പൂർത്തീകരിക്കേണ്ട നടപടികളാണ് അന്വേഷണ സംഘം നിലവിൽ പൂർത്തിയാക്കിയത്. ഒക്ടോബർ 17-നാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തതും. അതിനിടെ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തിങ്കളാഴ്ച രാവിലെ 10:30-യോടെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകുകയും ചെയ്തിരുന്നു. കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരിയുടെ മുൻപാകെയാണ് ഒപ്പിട്ടത്. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. CBI അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെയും CBIയുടെ നിലപാട് ഹൈക്കോടതി തേടുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് കേസ് ഡയറി ഹാജരാക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് എന്നാണ് സർക്കാർ നിലപാട്. അതുകൊണ്ട് തന്നെ CPM-ഉം സർക്കാരും CBI അന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യത്തോട് പുറം തിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തോട് യോജിപ്പില്ലെന്ന് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഈ കേസ് ഡയറി ഹാജരാക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി അതിലുണ്ടോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പുറത്തു വരുമ്പോൾ മാത്രമേ എന്നാൽ വ്യക്തമാകൂ. കാരണം അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ടോ, ഈ റിപ്പോർട്ടിൽ അതേക്കുറിച്ചെല്ലാം പറയുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാക്കി വരുത്തി തീർക്കേണ്ടത് ഈ സർക്കാരിന്റെയും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കണ്ണൂർ ലോബിയുടെയും ആവശ്യമാണ്. ADMന്റെ മരണം ആത്മഹത്യയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ സെമൻ, മലം, മൂത്രം എന്നിവ പുറത്തു വന്നിട്ടുണ്ടോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിലൂടെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് സലൈവ ഉൾപ്പെടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പോലും കരുതുന്നില്ല. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ഒരു മൃതശരീരം അത് എങ്ങനെയാണോ ഇരിക്കേണ്ടത് ആ രീതിയിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ രൂപത്തിൽ തന്നെയായിരുന്നു. അതെല്ലാം എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുകയും കാണുകയും ചെയ്തതാണ്. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലായിരിക്കണം അത് ചെയ്തിട്ടുണ്ടാവേണ്ടത്. എന്നാൽ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ളത് CPMന്റെ പിണിയാളുകളാണ്. അതുകൊണ്ട് തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് തിരഞ്ഞെടുത്തതിലും അദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നതിലും ഉൾപ്പെടെ സംശയം നിൽക്കുകയാണ്. തല മുതൽ പാദം വരെ അദ്ദേഹത്തിന്റെ ഓരോ ഇൻസ്റ്റൈനുകളും പരിശോധിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ട ആർക്കും തോന്നുകയുമില്ല. അവിടെയാണ് സംശയം ജനിക്കുന്നത്. അതായത് അദ്ദേഹത്തെ ഒന്നുകിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിന് വരാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, മാത്രമല്ല അദ്ദേഹത്തിന്റെ വായിലും മൂക്കിലും ഒക്കെ ചെവിയിൽ ഉൾപ്പെടെ രക്തം കിനിഞ്ഞിട്ടുണ്ടാകണം. കാരണം സമ്മർദ്ദം കാരണം, സഫക്കേഷൻ കാരണം ഇത്തരത്തിലുള്ള അടയാളങ്ങൾ ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരാളുടെ ബോഡിയിൽ കാണേണ്ടതാണ്. ഇതെല്ലാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകേണ്ടതുമാണ്.
ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഒരുപക്ഷെ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അത് ഒരാൾ കണ്ടതാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വസ്തുതകളാണ്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടോ എന്നുള്ളത് കൂടി കണക്കാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആരാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒപ്പിട്ട് വാങ്ങിയതെന്നും ഏത് ഡോക്ടറാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്നുള്ളതുമൊക്കെ ആ കേസ് ഡയറിയിൽ കാണണം. കാരണം മറ്റൊന്നുമല്ല, ADM നവീൻ ബാബുവിന്റെ കുടുംബം എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും എല്ലാം കഴിഞ്ഞിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇത്ര ധൃതിപ്പെട്ട ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളത് പുറത്തു വരേണ്ട വസ്തുതയാണ്. അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നതുൾപ്പെടെയുള്ള സംശയങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്നത് ഇത്തരം കാര്യങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ്. ഇതെല്ലാം ദൂരീകരിക്കപ്പെടേണ്ട വസ്തുതകളാണ്. ഈ സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കപ്പെടണം. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെ ശരിയായ കാര്യം എന്താണ് എന്നുള്ളത് പുറത്ത് വരികയും ചെയ്യണം. അതെല്ലാം തന്നെ ഈ കേസ് ഡയറിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം വീണ്ടും കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടുകൂടി പ്രശാന്തന്റെയും കലക്ടറുടെയും ഉൾപ്പെടെ മൊഴികൾ വീണ്ടും ശ്രീജിത്ത് കൊടേരി എന്ന ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. കലക്ടർക്ക് മുന്നിൽ എങ്ങനെയാണ് ഡിവൈഎസ്പിക്ക് താഴെയുള്ള റാങ്കിലുള്ള ഒരാൾ മൊഴിയെടുക്കാൻ ചെല്ലുന്നത്? കലക്ടർക്ക് സല്യൂട്ട് അടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് അത്തരത്തിലൊരു മൊഴിയെടുപ്പിന് ചെല്ലാൻ കഴിയുക? മാത്രമല്ല, ഇവരെല്ലാം CPMന്റെ ലോബികളാണ്. ഈ CPM ലോബി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെളിവുകൾ പുതുതായി ഉണ്ടാക്കുകയല്ലാതെ, അവർക്ക് അനുകൂലമായ തെളിവുകൾ ഉണ്ടാക്കുകയല്ലാതെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെടുത്തിട്ടുണ്ടോ എന്നുള്ളതും സംശയാസ്പദം തന്നെയാണ്. നന്ദി.